ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നിങ്ങൾ B2B സെയിൽസിലാണോ, അതായത് ബിസിനസ് ടു ബിസിനസ് സെയിൽസിലാണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലീഡ്സ് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കാണ് ഞാൻ പരിചയപ്പെടുന്നത്. അതിനെ സാധാരണ നമ്മൾ വിളിക്കുന്നത് ബാൻഡ് ഫ്രെയിം വർക്ക് എന്നാണ്. BANT, ബാൻഡ് ഫ്രെയിം വർക്ക്. ബി എന്നുദ്ദേശിക്കുന്നത് ബഡ്ജറ്റാണ്. നിങ്ങൾക്കൊരു ലീഡ് കിട്ടിയെന്ന് വിചാരിക്കുക, പ്രത്യേകിച്ചും B2B സെയിൽസിലാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് അവരുടെ ബഡ്ജറ്റാണ്, ലീഡിൻ്റെ ബഡ്ജറ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു മെഷീനറി ആയിരിക്കാം. അങ്ങനെ ഒരു മെഷീനറി മേടിക്കാൻ മാത്രമുള്ള ബഡ്ജറ്റ് അവർക്കുണ്ടോ എന്നുള്ളത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളിപ്പോൾ സാധാരണഗതിയിൽ ബ്രഹ്മയിൽ നമ്മൾ കോർപ്പറേറ്റ്സുമായിട്ട് ഡീൽ ചെയ്യാറുള്ള ഒരു സർവീസുണ്ട്, ഔട്ട് ബൗണ്ട് ട്രെയിനിങ്സ്. അപ്പോൾ ഔട്ട് ബൗണ്ട് ട്രെയിനിങ്സ് മിക്കവാറും എല്ലാ കോർപ്പറേറ്റ്സിലും മാൻഡേറ്ററി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഔട്ട് ബൗണ്ട് ട്രെയിനിങ് ചെയ്യുമ്പോൾ പല തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഒരു 1 ഡേ ട്രെയിനിങ് ചെയ്യാം, 3 ഡേ ട്രെയിനിങ് ചെയ്യാം, റെസിഡൻഷ്യലായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ 3 ഡേ ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ പെർ ഹെഡ് ചിലപ്പോൾ ഏകദേശം ഒരു 20,000 രൂപയുടെ അടുത്തൊക്കെ എക്സ്പെൻസ് വരും പെർ ഹെഡ്. അപ്പോൾ സാധാരണ ഒരു 20 പേരൊക്കെയാണ് സാധാരണ ഒരു ഔട്ട് ബൗണ്ട് ട്രെയിനിങ്ങിൽ ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ 20 പേരുടെ ഒരു ഗ്രൂപ്പ് ഒരു 3 ഡേയ്സ് 2 നൈറ്റ്സ് ഔട്ട് ബൗണ്ട് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 4-5 ലക്ഷം രൂപയുടെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് അവരുടെ ബഡ്ജറ്റ് കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസൽ കൃത്യമായി എന്ന് വരില്ല. കാരണം അവരുടെ ബഡ്ജറ്റ് ഒരുപക്ഷെ 1.5 ലക്ഷം രൂപയായിരിക്കാം, നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റ് 4 ലക്ഷം രൂപയാണെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് അവിടെ റിജക്ഷൻ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബഡ്ജറ്റ് കൃത്യമായിട്ട് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. രണ്ടാമത്തെ എ ആണ്. എ എന്ന് പറയുന്നത് അതോറിറ്റിയാണ്. പലപ്പോഴും ഫോർ എക്സാമ്പിൾ ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യം തന്നെ സംസാരിക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റിൽ പോവുകയാണ്. അവിടെ നമ്മൾ സംസാരിക്കുന്നത് അവിടുത്തെ ഒരു HR എക്സിക്യൂട്ടീവിനോടാണ് എന്ന് വിചാരിക്കുക. അയാളായിരിക്കാം ഒരു പക്ഷേ നമുക്കൊരു എൻക്വയറി ആയിട്ട് അയച്ചിട്ടുണ്ടാവുക. ഇയാളുമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് ഇതിനകത്ത് ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി ഇല്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ പലതരത്തിലുള്ള സംഭവങ്ങൾ എടുക്കുന്നുണ്ടാവും, റെഫർ ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷേ ഈ ഡിസിഷൻ മേക്കറുടെ അടുത്തേക്ക് നമ്മളുടെ കോട്ട് എത്തുന്ന പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കാലങ്ങളോളം നമ്മൾ വിചാരിക്കും ഇദ്ദേഹമാണ് ഒരു ഡിസിഷൻ മേക്കറായിട്ടിരിക്കുന്നത്, ഇതൊരു ഡിസിഷൻ എടുക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ചിലപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കറിൻ്റെ അടുത്തേക്ക് കൃത്യമായിട്ട് എത്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഡിസിഷൻ മേക്കറെ എപ്പോഴാണോ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്, അയാളെ എപ്പോഴാണോ കാണാൻ പറ്റുന്നത്, അയാളുമായി സംസാരിക്കാൻ പറ്റുന്നത്, ഒരു പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ഡീൽ ക്ലോസ് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങൾ B2B സെയിൽസ് നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ സംസാരിക്കുന്നത് ഡിസിഷൻ മേക്കറുമായിട്ട് തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി ഉള്ള ആളാണോ എന്ന് ഉറപ്പിക്കുക. ചിലപ്പോൾ എക്സിക്യൂട്ടീവ് ആവാം, എക്സിക്യൂട്ടീവിന് അവിടെ അതോറിറ്റി ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ പല രീതിയിലൂടെ അതറിയേണ്ടതുണ്ട്. നേരിട്ട് വേണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു തേർഡ് പാർട്ടിയിലൂടെ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും BAയിൽ A എന്ന് പറയുന്നത് അതോറിറ്റിയാണ്. അതുപോലെ N എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നീഡ് അവർക്കുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും അതൊരു നീഡാവണം, അവരുടെ ആഗ്രഹം ആവരുത്. പലപ്പോഴും B2B സെയിൽസിൽ പല ആൾക്കാരും ചോദിക്കും, അതായത് ട്രെയിനിങ് ഉണ്ടോ, അറിയാൻ വേണ്ടിയാണ്. ചുമ്മാ അറിയാൻ വേണ്ടി മാത്രം ട്രെയിനിങ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ഒരുപാട് ഫോളോ അപ്പ് ചെയ്തിട്ടോ വലിയ രീതിയിൽ പ്രപ്പോസലുകൾ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം അത് വെറും ആഗ്രഹം മാത്രമാണ്. അവർക്ക് ശരിക്കും അതൊരു നീഡാണോ? ട്രെയിനിങ് ശരിക്കും അവർക്കിപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണോ? മാത്രമല്ല അവരുടെ ഒരു ബഡ്ജറ്റിനകത്ത് ഒതുങ്ങി അതിനകത്ത് തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ മസ്റ്റായിട്ടും അവരുടെ ടോപ്പ് മാനേജ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണോ ട്രെയിനിങ് എന്ന് പറയുന്നത്? അവരുടെ കലണ്ടറിനകത്ത് നമ്മളുടെ ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടോ? അപ്പോൾ ഇതൊരു മസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നീഡ് ഇല്ലാത്ത കേസിൽ നമ്മൾ വെറുതെ സമയം കളഞ്ഞാൽ നമ്മുടെ വിലപ്പെട്ട സമയമായിരിക്കും നഷ്ടമാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് T ആണ്. T എന്ന് പറയുന്നത് ടൈമിലാണോ നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അതായത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ആ കറക്റ്റായിട്ടുള്ള ടൈമിൽ തന്നെ, റൈറ്റായിട്ടുള്ള ടൈമിൽ തന്നെയാണോ ചെല്ലുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് തന്നെ ആ ഡിസിഷൻ എടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മളൊരു പ്രപ്പോസൽ വെക്കുന്നു, ഒരു പക്ഷേ അവർക്ക് ട്രെയിനിങ് ആവശ്യമുള്ളത് 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ പോകുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏത് സമയത്താണ് അവർക്ക് ആ സർവീസ് ഡെലിവറി ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെലിവറി അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കണം. ചുരുക്കി പറഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രോസ്പെക്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അവബോധമുണ്ടാക്കിയിട്ട് വേണം അവരെ അപ്രോച്ച് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ അവർക്ക് കൊടുക്കാൻ പറ്റൂ. കാരണം ബഡ്ജറ്റ് അറിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്രപ്പോസൽ കൊടുക്കാം. അവരുടെ നീഡിനെക്കുറിച്ച് ധാരണയുണ്ടായാൽ ആ പ്രപ്പോസൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആക്കാം. അതോറിറ്റിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്, കൃത്യമായ അതോറിറ്റി ഉള്ള ആളുടെ അടുത്ത് തന്നെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു തീരുമാനം കിട്ടിയേക്കാം. മാത്രമല്ല ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് തന്നെ അവർ ആ ഡെലിവറി എടുക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പിലൂടെ അത് ക്ലോസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ B2B സെയിൽസ് ആണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ബാൻഡ് എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. ഓൾ ദ ബെസ്റ്റ്.